എന്താ പറയാ കണ്ടിന്റെ ഒരു കുളിർമ വരുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ. കണ്ടോ കഴിച്ചോ? താജ്മഹൽ കാണാൻ വേണ്ടി വന്നതാണ്. താജ്മഹൽ ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമായ താജ്മഹൽ, ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നിനെ കാണാൻ വേണ്ടി പോവാൻ ഇപ്പോൾ. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഓട്ടോക്കാരൻ പൈത്താലെ കൂടി ചൊട്ടെല്ലാം മാറി വിടുന്നില്ല. ഞാൻ പറഞ്ഞു ലാസ്റ്റ് 150 റുപ്യക്ക് എല്ലാം അവിടെ ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും പോയോട്ടെ. മൂട്ടിൽ ഇങ്ങനെ പോവാണ്. ഓടി ആഗ്ര വരെ നമ്മൾ നടത്തിച്ചോ എനിക്കറിയില്ല. എന്തായാലും ഗൈസ് നമ്മള് താജ്മഹൽ ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാരും കേട്ടോ. താജ്മഹൽ ടൈം പറയാം. ഞാൻ ഓൺലൈനിൽ വഴി ബുക്ക് ചെയ്തേക്കാം കേട്ടോ. ഒരു സൈറ്റ് ഉണ്ട്, മറ്റേ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തേക്കാണ്. എനിക്ക് 3 ആൾക്ക് വന്നത് 135 രൂപയാണ്. പിന്നെ ഏകദേശം 7 മണി ആകെ താജ്മഹൽ ഉണ്ടാവുന്നില്ല തോന്നുന്നു. പോയ കേട്ടത് കൂടെ പോവാനും ആഗ്ര ഖാൻ റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ നമ്മള് വണ്ടി കയറി കണ്ട് താജ്മഹലിക്ക് ഇങ്ങനെ പോകട്ടോ. അപ്പൊ കുറച്ച് കച്ചറ കയറുണ്ടായി. പിന്നെ അവിടുന്ന് അത്രയും ലോങ്ങിൽ നടത്തി വന്നത് 150 റുപ്യക്ക് നിങ്ങളെ താജ്മഹലിന്റെ അവിടെ കൊണ്ടു ആക്കി തരാറുണ്ടാ. എന്നിട്ട് അത്രയും ലോങ്ങിൽ നടത്തി വന്ന് ഓട്ടോ ഷെയർ നേരത്തെ അതൊന്നും പറ്റില്ല. നമുക്ക് അവിടെ കേറുന്ന ഭാഗത്താ പറഞ്ഞു. ഇവിടെ കുറച്ച് പ്രശ്നമാണ്. കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ സ്വഭാവം ഞാൻ കുറേ ഞാൻ കണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ നിന്നതന്നെ 150 റുപ്യക്ക് ഞാൻ അങ്ങനെ മതി തരാം. ആയിക്കോട്ടെ ഇവിടത്തേക്ക് പറയുന്നത് 420 അവർക്കും കൊടുക്കും. അത് നിങ്ങൾക്ക് മാർക്കറ്റിൽ പോകുന്നത് ഫുഡ് കഴിക്കുക. നമ്മൾ എനിക്ക് ഫുഡ് മാർക്കറ്റ് ഞാൻ താജ്മഹലാണ്. താജ്മഹൽ വന്നാൽ ഞാൻ പോകും. അപ്പം പറയണേ ഇന്ന് ഫസ്റ്റ് ഗേറ്റിനോട് കൂടെ 3 ഗേറ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് 3 ഗേറ്റ് ഞാൻ പൈസ ഇല്ല, ഞാൻ പോരുക വേറെ വണ്ടി ഇഷ്ടം വൈകിട്ടാണ്. അപ്പോൾ നിങ്ങൾ പോയിക്കൊള്ളിയാറ്. എന്തായാലും ഉണ്ടല്ലോ നമ്മൾ ഈ മലയാളികള് എന്താന്മാരെ അറിയാത്ത നാട്ടിലൊക്കെ വരുമ്പോ വലിയ ഉപകാരമാണ്. ഇമ്മത്തെ യൂട്യൂബിൽ ഇമ്മത്തെ വീഡിയോസ് ഇടുന്നവരട്ടാ. എന്തായാലും ശ്രദ്ധിക്കാം. പഠിക്കും പറ്റും നടക്കുന്ന സ്ഥലമാണ്. നമ്മൾ നമ്മളെ ബേസും മൊബൈൽ നല്ലോണം നോക്കുമ്പോൾ ഏതായാലും നമ്മളോട് ഞങ്ങള് രണ്ടാളും ബാഗ് നെഞ്ചിനോട് അടുപ്പിച്ചിട്ടാണ് ട്രെയിനൊക്കെ ഇറക്കണത്. ഇവിടുത്തെ ഓട്ടോറിക്ഷയിൽ ബാഗിലാകെ 3 ആളെ കൊണ്ടുപോകും. താജ്മഹലിന്റെ മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ മെയിൻ ഗേറ്റ് വണ്ടിക്കാരെ അവിടെ ഇറക്കി വിട്ടിട്ടുണ്ട്. പാത്താലും പറ്റിക്കൽ താനേ ഗൈസ്. എങ്ക പാത്താലും പറ്റിക്കൽ. നമ്മളോട് ഗൈഡ് വേണോ? 2000 റുപ്യ. 2000 റുപ്യ ഞാൻ ഓൽക്ക് പറഞ്ഞു കൊടുക്കൂലേ ഗൈഡ് താജ്മഹൽ പറ്റി. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ നടന്നത് 1 കിലോമീറ്റർ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അവിടെ 1000 മീറ്റർ കാണിച്ചു. ചെറു ഭാഗത്ത് നോക്കിയപ്പോൾ 500 മീറ്റർ കാണിച്ചു. കൂട്ടാ ഐസ് സാപ്പിട്ടാമാ നല്ല അടി ഐസ്. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആട്ടോ. അച്ചു അങ്ങനെ നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടി പോകണം. അച്ചു കൊരങ്ങന്മാരെ കണ്ടതിന് സന്തോഷമാണ്. അച്ചു അതിന്റെ മുന്നിൽ നിന്ന് വീട്ടിലൊക്കെ കണ്ടില്ലേ? എത്ര കൊരങ്ങന്മാരെ സംസ്ഥാനം വേണോ? പേരും കൊരങ്ങന്മാരായിട്ട് ഫുള്ള് കാണണ്ടറിയില്ല. സുമാക്കി തരാം. ഫുൾ കൊരങ്ങന്മാരാ. ബാബുവോ നെക്സ്റ്റ് ഗേറ്റ് എത്തിയടാ. അടുത്ത ഗേറ്റ് എത്തി. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് ഓരോ കയറ്റൂല. എങ്ങനെ ഇതിൽ ആരും കയറ്റൂല. വെറുതെ ബമ്പുടാണ്. ഓലെ 3 ഗേറ്റ് ഉണ്ട്. എനിക്ക് ഇതിന്റെ അത്യാവശ്യം അറിയില്ല കേട്ടോ. ഓനോട് പറഞ്ഞു പറയണേ. അപ്പൊ 3 ഗേറ്റ് ഉണ്ട്. അതിനുള്ളിലേക്ക് ഏറ്റവും മുന്നിൽ കത്തണമെങ്കിൽ 420 റുപ്യ വേണം. മാതിരി കുത്തുബീനാറിന്റെ മുന്നിൽ നിന്നേ ഒരു മറ്റേ എന്താ പറയാ രണ്ട് പൂരിയും അതേമാതിരി പിന്നെ വേറൊരു റൊട്ടി പഞ്ചാബി റൊട്ടിയാണ്. ഒരു 2 വെള്ളക്കുപ്പി എടുത്തു. അവിടെ പിന്നെ എഴുതിച്ചപ്പോൾ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു 100 റുപ്യ കൊള്ളേനു. ബില്ലെന്നപ്പോൾ 720 റുപ്യ. അത് ഇവര് രണ്ടാളും കഴിച്ച ആ ഫുഡ് ഉണ്ടല്ലോ പഞ്ചാബിന്റെ സ്പെഷ്യൽ ഫുഡ് 250 റുപ്യ. ഇതെന്താ ഉള്ളതെന്ന് അറിയാം. 2 ഉരുളക്കിഴങ്ങ് കറക്റ്റ് അറിയണം. ചപ്പാത്തി പിന്നെ തിന്നു പോയില്ലേ, എടുത്തു വരാൻ പറ്റില്ലല്ലോ. നമ്മൾ പോയാകട്ടെ. ഇവിടൊക്കെ എന്തൊക്കെ കാണണ്ടേ. നമ്മളെങ്ങനെ താജ്മഹലിന്റെ ആ ഒരു ഗേറ്റും കാണുന്ന കുറച്ചുകൂടി മുന്നേക്ക് കടന്നുകാണ്ടേ. ഇനിയിപ്പോ അവിടെ ആ ഒരു എൻട്രിന്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടി പോവാൻ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടാ. അപ്പൊ ഏതായാലും കാട്ടില് നോക്കട്ടെ ഞാന്. പൊളിക്കും. നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. മുന്നിൽ കിടക്കാനുള്ളൊക്കെ ഉള്ളിലെത്തിട്ടോ.
താജ്മഹൽ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ഒരു പേരുണ്ട്. അവിടെ ബാഗ് ചെക്ക് ചെയ്യാണ്. അച്ഛക്കെ ഭയങ്കര ഡ്രസ്സിലാട്ടോ. തകർക്കാണ്. നല്ല ഭംഗിണ്ടിട്ട് കാണാനായിട്ട്. അടിപൊളി സീനിയർ ആയിട്ടോ. ഏതായാലും ടൈം ഒരുപാട് ഏകദേശം 7:30 മണിക്ക് ക്ലോസ് ആവുമെന്ന് പറഞ്ഞു. നമ്മൾ ഒരുപാട് ടൈം നേരുന്നു. ഈ ടൈം ഒന്നുണ്ടല്ലേ? നല്ല വൃത്തിയിൽ കാണാറുണ്ടല്ലേ? കണ്ണ് തുറക്കാൻ പറ്റിയിട്ടില്ല. അതാ ഇന്നലെ ആകെ പുടുത്തം വിട്ട് കുറെ സ്ഥലത്ത് പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മള് ലോട്ടസ് ടെമ്പിൾക്ക് പോയിട്ടില്ല. ഇനിയിപ്പോ നേരമില്ല, നാളെ നാട്ടിൽ തിരിക്കണം. അച്ഛക്ക് ഫുൾ പൊല്ലിവിലാണ് ഗൈസ്. അയ്യോ ആരെ ചർമ്മല്ലോ. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ. ഗൈസ് നമ്മൾ ഏകദേശം അവിടെ എത്താനായി. ഇതൊരു സംഭവം കേട്ടോ. അതിനുള്ളിൽ കയറിയോട് തന്നെ അല്ലേ? ഇതൊരു സംഭവം അല്ലേ? ഇതിനുള്ളിൽ കയറി തന്നെ അടിപൊളി ഗൈസ്. Guys, this is Taj Mahal. So you want some professional photos? Wow. കുറേ കാലമായി താജ്മഹൽ കാണുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും അത് സാധിച്ചു. ഒരു രക്ഷ കേട്ടോ. ഒന്നതാ എന്താ അതിൻ്റെ ഭംഗിയല്ലേ, എന്താ സൗന്ദര്യം കാണാൻ. വെറുതെ അല്ല ഇതൊക്കെ ലോകാത്ഭുതമൊക്കെ കേട്ടോ. ഒരു രക്ഷ. അതിൻ്റെ അപ്പുറത്ത് എന്തോ അങ്ങനെ ഇതാ ഞാൻ കുറേ കാലം മുന്നേ എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട താജ്മഹൽ ഇത്ര പെട്ടെന്ന് കാണാൻ പറ്റും ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്തായാലും ഗൈസിൻ്റെ കണ്ണിൻ്റെ മുന്നിലാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ നിൽക്കണ ഒരു അത്ഭുതം തന്നെയാണ്. ഫോണിലും ഫോട്ടോയിലൊക്കെ കാണുന്ന സാധനം നേരിട്ട് കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ഗൈസ് ഇവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഭയങ്കര വെറുതനല്ല കേട്ടോ ഇത്. എന്താ പറയുക, അത്ഭുതമായി മാറിയത്, ലോകാത്ഭുതമായി മാറിയ വെറുതനല്ല. നല്ല എന്താ പറയുക, കണ്ണിൻ്റെ ഒരു കുളിർമ വരുന്ന കാഴ്ചയാണ് അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ. കണ്ടോ കഴിച്ചോ? തൊട്ടടുത്ത് വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഭംഗി കൂടി വരികയാണ്. നല്ല തിരക്കല്ല, എനി ടൈം ആളവിടെ. ഉടുക്ക് പറഞ്ഞേക്കാത്ത പെണ്ണുങ്ങൾക്ക് കാണാം ഈ വീഡിയോ. ഉള്ളിലിരിക്കണോർക്ക് ഒരു വട്ടെങ്കിലും മാപ്പിളാരോട് പറയാണ്ട് ഒരു വട്ടെങ്കിലും ലോകത്തിലെ അത്ഭുതത്തിൽ ഒന്നായ താജ്മഹൽ ഒരു പ്രാവശ്യം കാണിച്ചു തരാൻ പറയുന്നു. ഇത് ഷാജഹാൻ ചക്രവർത്തി മുംതാസിന് വേണ്ടി ഉണ്ടാക്കിയല്ലോ. അപ്പൊ എനിക്ക് വേണ്ടി ഉണ്ടാക്കാവോ? അകത്തിരുന്ന് ചോറ് തിന്ന് രസിക്കല്ലി മക്കളെ, പുറത്തിറങ്ങി വരും. ഇത്രയും ക്ലോസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ഓരോ മുക്കും മൂലയും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? ഉള്ളിൽ കയറാൻ പറ്റുമോ? ഇവിടെയാണ് താജ്മഹൽ വരുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു എന്താ പറയാ, നല്ല രസമുണ്ടല്ലോ ഇങ്ങനെ കാണാന്. ഇവിടെ എന്തോ മഹല് താജ്മഹലിന്റെ പടയാളൊക്കെ നിൽക്കുന്ന സ്ഥലം വന്നിട്ടോ. എന്ത് അടിപൊളി സ്ഥലം. നമ്മൾ താജ്മഹലിന്റെ ഒരു സൈഡിലുള്ള കേട്ടോ. ഇപ്പോൾ ഏകദേശം 6:30 മണി, ഇവിടെ 7:00 ക്ലോസ് ആവുന്ന പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അതിന് ഉള്ളിൽ കയറാൻ എക്സ്ട്രാ 200 റുപ്യ. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ ചെക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ അതിനനുസരിച്ച് വന്നു. അപ്പൊ അതിന്റെ മ്യൂസിയം കാണാൻ 200 റുപ്യ റേറ്റ് വരുന്നത് പറഞ്ഞു. അപ്പൊ ടോട്ടൽ 250. അപ്പോൾ 7:00 മണി ഇവിടെ 6:30 നല്ല വരിയുണ്ട്. അപ്പോൾ 6:30 ഇപ്പം നമ്മൾ വരി ഇന്ന് കയറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനാവും. അപ്പോൾ നഷ്ടം വരും, കമ്മിയൊക്കെ നഷ്ടടിക്കും. കയറിയാൽ ഫുള്ള് കാണണ്ടേ. അപ്പോൾ ജാവോ പറഞ്ഞ ആട്ടും. അങ്ങനെ നമ്മളിങ്ങനെ തിരിച്ചു നോക്കിൻ്റെ ഒത്തില്ല. അപ്പോൾ ഇവിടെ മാർബിളും സ്വിമ്മിംഗ് പൂളും വെള്ളം ചില സ്വിമ്മിംഗ് പൂളിൽ വെള്ളം കേസ് അതാണ് ഇങ്ങനെ മൊത്തം കഴിച്ചിട്ടോ. പല ആൾക്കാരും ഇവിടെ ഫോട്ടോ എടുക്കുന്നു.
ഗായ്സ് ഇതാ നമ്മള് താജ്മഹലൊക്കെ കണ്ട് ഏകദേശം ഇവിടെ ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അതെ, അത് മാത്രമല്ല നമ്മുടെ ട്രെയിനുള്ള ടൈമും ഏകദേശം ടൈം അടുക്കാനായിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇവിടുന്ന് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേനും നമുക്ക് നല്ല ടൈം ആവൂല ബാബു? എന്താ ബാബുന് മുളക്കൊന്നും ചെല്ലിട്ട് ട്രെയിൻ പോയാ? പക്ഷെ എന്നാലും ചൂട് കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് താജ്മഹൽ? അത് കഴിയാനൊക്കെല്ലടാ സൂപ്പർ. അപ്പൊ ശരിക്കും ഇതാ ഡിസംബർ തണുപ്പുള്ള ടൈമിൽ വരണം. ആ ഒരു കോട ഇങ്ങനെ പൂത്തിക്ക ടൈമില്. ആഗസ്റ്റിൽ അങ്ങോട്ട് ഒരു മാർച്ച് വരെയൊക്കെയാണ് നല്ല സമ്മർ ടൈം. അതായത് തണുപ്പൊക്കെ ടൈമിലാകുമ്പോൾ നല്ല രസമുണ്ടാവും. ഇതൊരുമാതിരി ഒന്നുകൂടി കാഴ്ചക്ക് ഇപ്പൊ ഭംഗി ഇല്ലാന്നല്ലേ പറയണത്, ചൂട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാഴ്ചക്ക് ഒരേപോലെ തന്നെ ആയിക്കാരം, ഒന്നും കൂടി നല്ല ഭംഗി ആയിക്കാരം എന്നുള്ളന്ന്. അപ്പൊ എന്തായാലും ഗായ്സ് നമ്മള് ഈ വീഡിയോ വൈൻഡപ്പ് ബാബോ ഇവിടെ വൈൻഡപ്പ് ആണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ പിന്നെ നമുക്ക് കാണാം. അതെ ഗൈസ്, ഞാൻ ഒരുപാട് നീട്ടി വലിച്ചിട്ടില്ല. അപ്പൊ ഗൈസ് എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പൊ അത്രേ ഉള്ളൂ, നെക്സ്റ്റ് വീഡിയോ കാണാം.